ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 12. കാപഢ്യം നിറഞ്ഞ ലോകം. കർത്താവെ സഹായിക്കണമേ. ദൈവഭക്തർ ഇല്ലാതായിരിക്കുന്നു, മനുഷ്യമക്കളിൽ വിശ്വസ്തരും ഇല്ലാതായി. ലോകം ഒത്തിരിയേറെ കാപഢ്യം നിറഞ്ഞതാണെന്ന് നാം ഓരോരുത്തരും എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വചനം തന്നെയാണ്. ലോകം എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. നാം കാണുന്നത് പോലെയല്ല മനുഷ്യരുടെ ഉള്ളെന്ന് ഈ വചനഭാഗം തുടർന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോരുത്തരും അയൽക്കാരനോട് അസത്യം പറയുന്നു. അവരുടെ അധരങ്ങളിൽ മുഖസ്തുതിയും ഹൃദയങ്ങളിൽ കാപഢ്യവുമാണ്. മുഖസ്തുതി പറയുന്ന അധരങ്ങളെയും വീമ്പിളക്കുന്ന നാവിനെയും കർത്താവ് ഛേദിച്ചു കളയട്ടെ. ഓരോരുത്തരും അയൽക്കാരനോട് അസത്യം പറയുന്നു. അവരുടെ അധരങ്ങളിൽ മുഖസ്തുതിയും ഹൃദയത്തിൽ കാപഢ്യവുമാണ്. മിക്കാപ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം ജനത്തിൻ്റെ ധാർമ്മിക അധപതനത്തെക്കുറിച്ചാണ് പറയുക. മിക്കാപ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം ഇപ്രകാരമാണ്: ദൈവഭക്തർ ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷരായിരിക്കുന്നു, മനുഷ്യരുടെ ഇടയിൽ സത്യസന്ധരായി ആരുമില്ല. അവരെല്ലാവരും രക്തത്തിനു വേണ്ടി പതിയിരിക്കുന്നു, ഓരോരുത്തരും സ്വസഹോദരനെ കൊടുക്കാൻ വലവിരിക്കുന്നു. അപ്പോൾ എല്ലാവരും മറ്റുള്ളവർക്കെതിരായി പലതരത്തിൽ ദുരാലോചനകൾ നടത്തുന്നു, അവരെ ഇല്ലാതാക്കാനായിട്ട് പരിശ്രമിക്കുന്നു. അങ്ങനെ കാപഢ്യം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം എല്ലാവരും ജീവിക്കുക. എന്നാൽ തുടർന്നു വരുന്ന വചനങ്ങൾ ആശ്വാസത്തിൻ്റെ വചനങ്ങളാണ്. 12-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനം മുതൽ പ്രകാരം നാം കാണും: എന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, ദരിദ്രർ ചൂഷണം ചെയ്യപ്പെടുന്നു, പാവപ്പെട്ടവർ നെടുവീർപ്പിടുന്നു. അതിനാൽ അവർ ആശിക്കുന്ന അഭയം ഞാൻ അവർക്ക് നൽകും. ദരിദ്രർ ചൂഷണം ചെയ്യപ്പെടുന്നു, പാവപ്പെട്ടവർ നെടുവീർപ്പിടുന്നു. അതിനാൽ അവർ ആശിക്കുന്ന അഭയം ഞാൻ അവർക്ക് നൽകും. 6-ാമത്തെ വചനം ഇപ്രകാരമാണ്: കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ്, ഉലയിൽ 7 ആവർത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്. അത് ഒരിക്കലും മാറ്റപ്പെടുകയില്ല എന്ന് നമുക്ക് അറിയാം. നാഹും പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം ഇപ്രകാരമാണ്: കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്, തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്, തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. അത് ദൈവം നമ്മെ അറിയുന്നുണ്ടെങ്കിൽ പിന്നെ നാം എന്തിനാണ് ഭയപ്പെടേണ്ടത്? ഈ ലോകം കാപഢ്യം നിറഞ്ഞതാണെങ്കിലും ദൈവം നീതിമാനാണ്. തന്നിൽ ആശ്രയിക്കുന്നവനെ അവിടുന്ന് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് ലോകത്തിലേക്ക് നോക്കി അസ്വസ്ഥരാകാതെ ദൈവത്തിലേക്ക് നോക്കി സന്തോഷിക്കുവാനുള്ള കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.